തലതിരിഞ്ഞോടുന്ന ക്ലോക്ക് നിർമ്മിച്ച് ശ്രദ്ധേയനായ ഒരു ആധാരം എഴുത്തുകാരനെ പരിചയപ്പെടാം. കണ്ണൂർ തളിപ്പറമ്പ് മോറാഴയിലെ അജിത് കുമാർ എന്ന നാട്ടുകാരുടെ ബാബുവേട്ടനാണ് ഇത്തരത്തിലൊരു ക്ലോക്ക് നിർമ്മിച്ച ജനശ്രദ്ധ പിടിച്ചുപറ്റിയത്. പ്രധാന തൊഴിൽ ആധാരമെഴുത്താണെങ്കിലും ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ എടുത്ത അജിത് കുമാർ ഒഴിവു സമയങ്ങളിൽ വീട്ടിലിരുന്ന് ക്ലോക്കും റേഡിയോയുമൊക്കെ റിപ്പയർ ചെയ്ത് നൽകാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ക്ലോക്ക് റിപ്പയർ ചെയ്യുന്നതിനിടെ അബദ്ധത്തിൽ കയ്യിൽ നിന്നും താഴെ വീണു. നിരത്തി വീണ പാർട്സുകളെല്ലാം പെറുക്കിയെടുത്ത് റീസെറ്റ് ചെയ്തപ്പോഴാണ് സെക്കൻഡ് സൂചി പിന്നിലേക്ക് കറങ്ങുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ സൂചി പിന്നിലേക്ക് കറങ്ങുന്നതിന്റെ കാരണവും ഇദ്ദേഹം കണ്ടെത്തി. വീണ്ടും എടുത്ത് റീസെറ്റ് ചെയ്തപ്പോൾ നേരെ ഉൾട്ടയാണ് കറങ്ങുന്നുണ്ട്. അതിൻ്റെ നേരെ വെച്ചൊരു ഗവേഷണം തന്നെ നടത്തിയപ്പോഴാണ് എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. അതായിരുന്നു ഇതിൻ്റെ തുടക്കം. മകളുടെ സ്കൂൾ പഠനകാലത്ത് പ്രൊജക്ടിനായി ഇത്തരം ക്ലോക്ക് നിർമ്മിച്ചു നൽകിയതോടെയാണ് അജിത് കുമാറിന്റെ തലതിരിഞ്ഞ ക്ലോക്കിനെ കുറിച്ച് നാട്ടുകാർ അറിയുന്നത്. ക്ലോക്കിന്റെ തലതിരിഞ്ഞ ഓട്ടം ഇഷ്ടപ്പെട്ടവർ അജിത് കുമാറിനെ സമീപിച്ചു തുടങ്ങി. ഒരു ഉപജീവന മാർഗമാക്കിയിട്ടില്ലെങ്കിലും ആവശ്യവുമായി എത്തുന്നവർക്ക് ഇദ്ദേഹം ക്ലോക്ക് നിർമ്മിച്ചു നൽകാറുണ്ട്. ഒരുപാടാക്കി ചെയ്തു കൊടുത്തിട്ടുണ്ട്. കോഴിക്കോട് വരെ ഒരാൾ കൊണ്ടുപോയിട്ടുണ്ട്. ഇത് ദുബായിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. സമയം മുന്നോട്ടേക്കാണ് പോകുന്നതെങ്കിലും വന്ന വഴി മറക്കാതിരിക്കാൻ പിറകോട്ടുള്ള ഈ നടത്തം നല്ലതാണെന്നാണ് ബാബുവേട്ടന്റെ പക്ഷം. പുറകോട്ട് തിരിയുന്നത് എന്തോ ഒരു പഴയതിലേക്ക് തിരിച്ചു പോകാൻ്റെ ഒരു പ്രവണതയായിരിക്കാം. അതായിരിക്കും അവരവരെ മനസ്സിൽ കാണുന്നത് എന്നാണ് എൻ്റെ ഒരു ഊഹം. കാരണം എൻ്റെ പഴമയിലേക്ക് തന്നെ എനിക്ക് തിരിച്ചു പോകാൻ എനിക്ക് ആഗ്രഹമുണ്ടല്ലോ. അതുപോലെ തന്നെയാണല്ലോ പൊതുജനങ്ങളെ എല്ലാവരെയും അഭിപ്രായവും താല്പര്യവും എല്ലാം ആ രീതിയിലാണല്ലോ. ക്ലോക്ക് നിർമ്മാണവും ആധാരമെഴുത്തും മാത്രമല്ല, ഒട്ടേറെ ചെറുകഥകളും കവിതയുമൊക്കെ ബാബുവേട്ടന്റെ തൂലികയിൽ നിന്നും പിറവി കൊണ്ടിട്ടുണ്ട്. സമയസൂചിക പിറകോട്ടാണെങ്കിലും എഴുത്തും വായനയും പൊതുപ്രവർത്തനവുമായി ബാബുവേട്ടൻ മുന്നോട്ട് തന്നെയാണ്. ശ്രീനി ആലക്കോട്, ദൂരദർശൻ ന്യൂസ്, കണ്ണൂർ.